ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നു, ഈ നൂറ്റാണ്ട് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണ്ടയോ ഇത്? എന്താണ് ഈ ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ട്? വെറും ഒരു പ്രസ്താവന മാത്രമായി ചുരുക്കേണ്ടതല്ല ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ ഈ വിശേഷണത്തെ. ഈ വിശേഷണം വിശേഷവിധിയായി നമ്മുടെ ഉള്ളു പൊള്ളിക്കണമെന്ന്, എന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തണമെന്ന്, എന്നെ ഭാരപ്പെടുത്തേണ്ട ചിന്തയായിരിക്കണം ഈ നൂറ്റാണ്ട് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ് എന്ന പരാമർശം. എങ്ങനെയാ ദൈവഗ്രഹണം ഉണ്ടാവുക? അത് വ്യക്തി ജീവിതത്തിലുണ്ട്, സമൂഹ ജീവിതത്തിലുണ്ട്, സഭാ ജീവിതത്തിലുണ്ട്. മറക്കാതെ ഓർക്കണം, ഏത് മതവിഭാഗത്തിൽ പെടുന്നവനായാലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദൈവഗ്രഹണം നമുക്ക് കണ്ടെത്താനാവും. എന്റെ സ്വാർത്ഥമായ ചില ചിന്തകൾ, പണത്തോടുള്ള എന്റെ അമിതമായ ആവേശം, എന്റെ ശാരീരികമായ അഭിലാഷങ്ങൾ, ഇവയൊക്കെ എന്റെ ദൈവത്തെ കാണാൻ കാഴ്ച മറയ്ക്കുന്ന എന്തോ ആയി എന്റെയും എന്റെ ദൈവത്തിന്റെയും ഇടയിലേക്ക് കടന്നു വരുമ്പോഴാണല്ലോ ഈ ദൈവഗ്രഹണം നടക്കുന്നത് എന്റെ ജീവിതത്തിൽ. ആലോചിച്ചു നോക്ക്. ദൈവഗ്രഹണത്തിന്റെ അനുഭവങ്ങൾ ഇല്ലാത്തവരായി ആരാ ഉള്ളത്? അത് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ട് ക്രൈസ്തവന് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ലിത്. ഇത് ഓരോ മതവിശ്വാസിക്കുമുള്ളതാ. അവന്റെ വ്യക്തി ജീവിതത്തിൽ അവൻ എന്നും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ദൈവഗ്രഹണത്തിന്റെ അനുഭവ യാഥാർത്ഥ്യം. എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കുക? ഈ നൂറ്റാണ്ടിനെ ബെനഡിക്റ്റ് മാർപ്പാപ്പ വിശേഷിപ്പിച്ച വിശേഷണമാണ് ഇന്നത്തെ ഈ തിരുനാളിന്റെ നമ്മുടെ ചർച്ചാ വിഷയം. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈ നൂറ്റാണ്ടിനെ വിശേഷിപ്പിച്ചത് ഇത് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ് എന്നാണ്. ഇത് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ്. നമ്മെ ഭയപ്പെടുത്തണം ഈ പരാമർശം, നമ്മെ പേടിപ്പെടുത്തണം ഈ പരാമർശം. ഈ നൂറ്റാണ്ട് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ്. നമ്മെ ഭാരപ്പെടുത്തേണ്ട, ഭയപ്പെടുത്തേണ്ട പ്രസ്താവമാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ ഈ പ്രസ്താവം. ഇത് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ് എന്ന പ്രസ്താവം. ഇതെന്നെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങൾ ദൈവഗ്രഹണം പോലെ ഓരോരുത്തരിലും വന്നു പെടുകയാണ്. ഇതിൽ നിന്നുള്ള മോചനം നമുക്ക് വേണം. ദൈവാനുഭവം എന്നും സ്വന്തമാക്കണം. അന്യരിലല്ല, അന്യദേശത്തല്ല, എന്നിലും എന്നിലൂടെയും ദൈവാനുഭവം എല്ലാവരിലും എത്തണം. പ്രസരിപ്പോടെ, സന്തോഷത്തോടെ, ചിരിച്ച മുഖത്തോടെ എന്റെ മിശിഹായുടെ ഉത്ഥാനത്തെ പ്രഘോഷിക്കാൻ നമുക്കാവണം. ഈ ലോകത്ത് പല സ്ഥലങ്ങളിൽ പല നൂറ്റാണ്ടുകളായി പരിശുദ്ധ ദൈവമാതാവ് പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലൊരു സ്ഥലമാണല്ലോ ലൂർദ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലവും. പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷയായി ചില സന്ദേശങ്ങൾ അവർക്ക് വ്യക്തിപരമായി കൈമാറുകയും ചെയ്തു. മാനസാന്തരത്തിന്റെ സന്ദേശം. ആ ലൂർദിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഈ മണ്ണിലും അമ്മയുടെ മറ്റൊരു സന്ദർശനം ഈ നാട്ടിലും ഈ മണ്ണിലും രേഖപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ദേശക്കാരനായ ഒരു സഹോദരന് അകലെ നിന്നു തന്നെ ഈ ഒരു ചെടിയുടെ തുമ്പത്തോ സമീപത്തോ ആയി മാതാവിനെ കാണുവാനിടയായി എന്നത് 10-40 വർഷമായി നമ്മുടെ ഇടയിൽ അറിയുന്ന, പറയുന്ന സത്യമാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഒരു ചിത്രീകരണവും രൂപവും ഒക്കെ ആ ചെടിക്കു സമീപം നമ്മൾ പ്രതിഷ്ഠിച്ചത്. വെട്ടിയാലും മുറിച്ചാലും മുറിച്ചു മാറ്റിയാലും വീണ്ടും വീണ്ടും തളർത്തു വരുന്ന ആ ചെടി ഇന്നും
നമ്മുടെ മുറ്റത്തു തന്നെയാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ മൈലാഞ്ചി മാതാവ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അക്രൈസ്തവർക്ക് പോലും ഏറെ പരിചിതമായ ഒരു വലിയ ആത്മീയ ബന്ധമുണർത്തുന്ന ഒരു പേരു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജോബി അച്ഛൻ നോട്ടീസ് തയ്യാറാക്കിയപ്പോൾ ആ ഒരു വാക്യത്തിൽ അത് തന്നെ ചേർത്തിട്ടുമുണ്ടല്ലോ, മൈലാഞ്ചി മാതാവ് എന്ന വിശേഷണം. പ്രിയപ്പെട്ടവരെ, കാലാകാലങ്ങളിലായി പരിശുദ്ധ അമ്മ ഓരോരോ കാലഘട്ടത്തിലേക്കായി പലർക്കും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നത് സത്യമാണ്. അങ്ങനെ മൈലാഞ്ചി മാതാവ് എന്ന് വിളിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണം നമ്മുടെ ഈ മണ്ണിലുമുണ്ടായി എന്നത് നമുക്ക് തെല്ലല്ല സന്തോഷം നൽകുന്നത്. നമുക്ക് ഈ ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ ഒത്തുകൂടുമ്പോൾ ഒരു ചെറു സന്ദേശം നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ടാവണം. അതിനുവേണ്ടിയാണല്ലോ ഇതുപോലെയുള്ള ശുശ്രൂഷ വേളയിൽ പരിശുദ്ധ കുർബാന മധ്യേ നമ്മളിങ്ങനെ പ്രസംഗങ്ങളൊക്കെ ക്രമീകരിക്കുക. ഇന്ന് വിശേഷമാംവിധം അലങ്കരിക്കപ്പെട്ട ഈ നാട്ടിൽ ദേവാലയത്തിൽ നിന്ന് പ്രദക്ഷിണം ഇറങ്ങി തിരികെ വരുവോളം നമ്മുടെ സമീപത്തായുള്ള എല്ലാവരും അതിൽ സഹകരിക്കും, ഉറപ്പാണ്. അങ്ങനെ മനോഹരമായി ഈ നാട് മുഴുവൻ അലങ്കരിക്കപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാവരും ഈ ഒരു സന്തോഷത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ്. ഇന്ന് നമ്മുടെ നാട് മാത്രമല്ല, നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകമെമ്പാടും അസ്വസ്ഥമാക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. എല്ലാവരും അസ്വസ്ഥരാണ്. ഇന്നിവിടെ വന്ന് 2 വാക്ക് പറയുന്ന ഞാനും ഉള്ളിൽ അസ്വസ്ഥനാണ്. കേൾവിക്കാരായ നിങ്ങളും മനസ്സുകൊണ്ട് തെല്ല് അസ്വസ്ഥരാണ്. അത് ആരോഗ്യത്തിന്റെ കാര്യത്തിലാവാം, സമ്പത്തിന്റെ കാര്യത്തിലാവാം, മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടതുകൊണ്ടാവാം. ഏതെങ്കിലും കാരണത്താൽ എല്ലാവരും ഇന്ന് അസ്വസ്ഥരാണ്. അത് മതവിഭാഗങ്ങൾ എടുത്താലും വ്യക്തികൾ എടുത്താലും കുടുംബങ്ങൾ എടുത്താലും ഏത് മേഖല നോക്കിയാലും എല്ലായിടത്തും അസ്വസ്ഥത നമുക്ക് കാണാനാകും. അത് ഈ രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലേക്ക് നോക്കിയാലും അവിടെയെല്ലാം അവരുടേതായ മേഖലകളിൽ അസ്വസ്ഥമാണ്. എന്താണ് ഇതിന്റെ കാരണം? എന്താണ് ഈ നൂറ്റാണ്ടിന്റെ കാര്യം? ഈ അസ്വസ്ഥതയുടെ കാരണം എന്താണ്? പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ ഈ ദേവാലയ കവാടങ്ങൾ കടന്നിവിടെ എത്തിയിരിക്കുന്ന നമുക്ക് ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചില ദൗത്യങ്ങളുണ്ട്. ഈ രാജ്യത്തിനു വേണ്ടിയും ഈ ലോകത്തിനു വേണ്ടിയും കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കാരണങ്ങളുണ്ട്. അപ്പൊ ഇന്ന് ഈ ലോകം, ഈ നൂറ്റാണ്ട് അസ്വസ്ഥതയുടെ നൂറ്റാണ്ടാണ്. അത് വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്ക്, വാർത്താ പത്രങ്ങൾ എടുത്തു നോക്ക്, ഏത് തുറന്നു നോക്കിയാലും അസ്വസ്ഥമാക്കുന്ന വാർത്തകളാണ് എല്ലായിടത്തും. അത് അപകട മരണങ്ങളാവട്ടെ, കൊലപാതകങ്ങളാവട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, കേൾക്കുന്ന വാർത്തകൾ ഓരോന്നും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ്. സൂചന സമൂഹം ആകെ അസ്വസ്ഥമാണെന്നു തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെ അസ്വസ്ഥമായ ഈ നൂറ്റാണ്ടിനെ, ഈ 21-ാം നൂറ്റാണ്ടിനെ വിശേഷിപ്പിക്കാൻ ഒരു വിശേഷണം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഉപയോഗിച്ചിരിക്കുന്നു. ഈ നൂറ്റാണ്ടിനെ ബെനഡിക്റ്റ് മാർപ്പാപ്പ വിശേഷിപ്പിച്ച വിശേഷണമാണ് ഇന്നത്തെ ഈ തിരുനാളിന്റെ നമ്മുടെ ചർച്ചാ വിഷയം. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈ നൂറ്റാണ്ടിനെ വിശേഷിപ്പിച്ചത് ഇത് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ് എന്നാണ്. ഇത് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ്. നമ്മെ ഭയപ്പെടുത്തണം ഈ പരാമർശം, നമ്മെ പേടിപ്പെടുത്തണം ഈ പരാമർശം. ഈ നൂറ്റാണ്ട്
ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ് എന്നത്. ഗ്രഹണം പലതാണ്. സൂര്യഗ്രഹണമുണ്ട്, ചന്ദ്രഗ്രഹണമുണ്ട്. ഇവയൊക്കെ നമുക്ക് പരിചിതമാണ്. ഏതാണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, 5-6 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് എനിക്ക് തോന്നുന്നു, ഒരു വലിയ സൂര്യഗ്രഹണം ഉണ്ടായി. നൂറ്റാണ്ടിൽ ഒരിക്കലൊക്കെ സംഭവിക്കുന്നതാണ് അത്തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴും ഏതാണ്ട് രാവിലെ 7 മണിയുടെ പ്രതീതി. ഉദിച്ച സൂര്യനാവട്ടെ പ്രകാശത്തിന് ചൂടില്ലെന്ന്, അവന്റെ പ്രകാശത്തിന് ഗാംഭീര്യമില്ലെന്ന്. 12 മണിയായിട്ടും 7 മണിയായതുപോലെ ഈ ലോകത്ത് ഇങ്ങനെ കാണാനുള്ള ഒരു കാഴ്ച നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും 4-5 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഞാൻ കരുതുന്നു. എന്താണ് സൂര്യഗ്രഹണം? അതായത് ഭൂമിയിൽ പതിക്കുന്ന സൂര്യകിരണങ്ങളെ മറയ്ക്കാൻ ചന്ദ്രൻ ഇടയിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ പേരല്ലേ സൂര്യഗ്രഹണം എന്നത്? അപ്പൊ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നു, ഈ നൂറ്റാണ്ട് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണ്ടയോ ഇത്? എന്താണ് ഈ ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ട്? വെറൊരു പ്രസ്താവന മാത്രമായി ചുരുക്കേണ്ടതല്ല ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ ഈ വിശേഷണത്തെ. ഈ വിശേഷണം വിശേഷവിധിയായി നമ്മുടെ ഉള്ളു പൊള്ളിക്കണമെന്ന്, എന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തണമെന്ന്, എന്നെ ഭാരപ്പെടുത്തേണ്ട ചിന്തയായിരിക്കണം ഈ നൂറ്റാണ്ട് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ് എന്ന പരാമർശം. എങ്ങനെയാ ദൈവഗ്രഹണം ഉണ്ടാവുക? അത് വ്യക്തി ജീവിതത്തിലുണ്ട്, സമൂഹ ജീവിതത്തിലുണ്ട്, സഭാ ജീവിതത്തിലുണ്ട്. മറക്കാതെ ഓർക്കണം, ഏത് മതവിഭാഗത്തിൽ പെടുന്നവനായാലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദൈവഗ്രഹണം നമുക്ക് കണ്ടെത്താനാവും. എനിക്കെന്റെ ദൈവത്തെ കാണാൻ എന്റെ കാഴ്ച മറയ്ക്കുന്നത് എന്തോ ഒന്ന് എന്റെയും എന്റെ ദൈവത്തിന്റെയും ഇടയിലേക്ക് കടന്നു വരുമ്പോ അത് ദൈവഗ്രഹണത്തിന്റെ അനുഭവമാണ് എന്നിലുണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? വിശേഷണം വളരെ ലളിതമാണ്. എനിക്ക് എന്റെ ദൈവത്തെ കാണാനുള്ള കാഴ്ച മറയ്ക്കുന്നത് എന്തോ ഒന്ന് എന്റെയും എന്റെ ദൃഷ്ടി മറയ്ക്കാനായി ദൈവത്തിന്റെയും ഇടയിലേക്ക് ഉരുണ്ടുകൂടിയെത്തുമ്പോൾ അത് ദൈവഗ്രഹണമായി എന്റെ ജീവിതത്തിൽ മാറുകയാണ്. എന്റെ സ്വാർത്ഥമായ ചില ചിന്തകൾ, പണത്തോടുള്ള എന്റെ അമിതമായ ആവേശം, എന്റെ ശാരീരികമായ അഭിലാഷങ്ങൾ, ഇവയൊക്കെ എന്റെ ദൈവത്തെ കാണാൻ കാഴ്ച മറയ്ക്കുന്ന എന്തോ ആയി എന്റെയും എന്റെ ദൈവത്തിന്റെയും ഇടയിലേക്ക് കടന്നു വരുമ്പോഴാണല്ലോ ഈ ദൈവഗ്രഹണം നടക്കുന്നത് എന്റെ ജീവിതത്തിൽ. ആലോചിച്ചു നോക്ക്. ദൈവഗ്രഹണത്തിന്റെ അനുഭവങ്ങൾ ഇല്ലാത്തവരായി ആരാ ഉള്ളത്? അത് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ട് ക്രൈസ്തവന് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ലിത്. ഇത് ഓരോ മതവിശ്വാസിക്കുമുള്ളതാ. അവന്റെ വ്യക്തി ജീവിതത്തിൽ അവൻ എന്നും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ദൈവഗ്രഹണത്തിന്റെ അനുഭവ യാഥാർത്ഥ്യം. എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കുക? മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളില്ലേ, ഈ ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, ബാല്യത്തിലുള്ളവർ, നമ്മളൊക്കെ ബാലന്മാരും ബാലികമാരുമായി നമ്മുടെ ഭവനങ്ങളിലായിരുന്നപ്പോ എങ്ങനെയാ ദേവാലയത്തിലേക്ക് ഓടി വന്നത്? ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഓടുകയല്ലേ ദേവാലയത്തിലേക്ക്. പ്രത്യേകിച്ച് തിരുനാളുകൾ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിന് വേറെ കാര്യങ്ങളൊന്നും വേണ്ട, അനുവാദമുള്ളതല്ലേ. വീട്ടിൽ നിന്ന് പറഞ്ഞയക്കും, ഓടി വരും, പിന്നെ പള്ളിയില്ല മുഴുവൻ നേരവും. അപ്പൊ ദൈവവുമായി ഒരു വലിയ ബന്ധമുള്ളതിനാൽ എനിക്കെന്റെ ദൈവത്തോട് കൂടുതൽ അടുപ്പം തോന്നിയ നാളുകളിൽ ഞാൻ ഓടി വന്നിരുന്നു. അങ്ങനെ ബാല്യത്തിൽ നിന്ന് കൗമാര്യത്തിലേക്ക് എത്തിയപ്പോഴും എന്നോടൊപ്പം ആ ഒരു ആവേശവും ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ യൗവനത്തിലേക്ക് എത്തിയപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ നേർരേഖയിലേക്ക് ചന്ദ്രൻ പതുക്കെ പതുക്കെ കടന്നു വരുമ്പോ
സൂര്യദൃഷ്ടി ക്രമേണ മറയപ്പെടുന്നത് പോലെ നിന്റെ യൗവനത്തിൽ എന്തൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഉരുണ്ട് കയറി വരികയാ. നിന്റെ ദൃഷ്ടി മറയപ്പെടുന്നു. നിന്റെ ദൃഷ്ടി മറയ്ക്കാൻ, ദൈവവുമായുള്ള നിന്റെ അടുപ്പം കുറയ്ക്കാൻ നിന്റെ യൗവനം മുതൽ എന്തോ നിന്നെ പിടികൂടിയിരിക്കുന്നു. നിന്റെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ, പണത്തോടുള്ള അമിതമായ ആഗ്രഹം, നിന്റെ ശാരീരിക അഭിലാഷങ്ങളോടും ഇച്ഛയോടുമുള്ള നിന്റെ അടുപ്പം, ഇവയൊക്കെ ദൈവദൃഷ്ടിയിൽ നിന്ന് നിന്നെ പതുക്കെ പതുക്കെ മാറ്റുകയാണ്. ഇവിടെയാണ് ഗ്രഹണം ആരംഭിക്കുന്നത്. ചിലർ അതേ ഗ്രഹണത്തിൽ തന്നെ തുടരുന്നു. ചിലരാവട്ടെ മണിക്കൂറുകൾക്കോ കാലങ്ങൾക്കോ വർഷങ്ങൾക്കോ അപ്പുറം ഈ ഗ്രഹണത്തിൽ നിന്ന് പുറത്തു കടക്കുന്നു. സൂര്യൻ ഈ സൂര്യഗ്രഹണ സമയം തരണം ചെയ്യും പോലെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബാല്യം മുതൽ കൗമാരത്തിലൂടെ യൗവനത്തിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന നമുക്ക് ഇത് വലിയ പാഠമാകണം. ഈ ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ ഈ ഒരു ചിന്ത നമ്മെ ഭാരപ്പെടുത്തണം. ഇത് വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, കുടുംബങ്ങളിൽ, സഭയിൽ, സമൂഹത്തിൽ നടക്കുന്ന പ്രതിഭാസമാണ് ഈ ദൈവ ഗ്രഹണം എന്നത് നമുക്ക് ഓർത്തിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, സൂര്യഗ്രഹണ സമയത്ത് വെളിയിലോട്ടിറങ്ങിയ ഒട്ടും ചൂടില്ലെന്നേ, ആ പ്രകാശത്തിനൊരു ബലമില്ലെന്ന്. ഈ സൂര്യഗ്രഹണ സമയത്ത് അതേ അനുഭവമാണ് ദൈവഗ്രഹണ സമയത്ത് ഓരോ വിശ്വാസിക്കും അനുഭവപ്പെടുന്നത്. അവന്റെ പ്രസരിപ്പൊക്കെ അങ്ങ് പോയി. അവനെ കണ്ടാൽ ഒരു ഛേദമില്ലെന്ന്. അവന്റെ മുഖത്താണ് ഒരു സന്തോഷവുമില്ല, ഒരു പ്രസാദവുമില്ല. അവന്റെ കുടുംബത്തിൽ അഗ്നിയായി പടരേണ്ട അവൻ, അഗ്നിയായി സ്നേഹാഗ്നിയായി മാറേണ്ട അവനാവട്ടെ ചൂടും തണുപ്പുമില്ലാത്തവനായി മാറിയിരിക്കുന്നു. കുടുംബനാഥനെ, അതുപോലെ തന്നെ കുടുംബനാഥയും അവളുടെ ജീവിതത്തിൽ ഈ ദൈവഗ്രഹണത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലേക്ക് അവനും അവളും മാറുന്നു. കുടുംബങ്ങളിൽ അസ്വസ്ഥമാകുന്നു. സാഹചര്യങ്ങളൊക്കെ നേരായ രീതിയിലല്ലാതെ സഞ്ചരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ചിന്തകൾ, കണ്ണുകൾ, ശ്രദ്ധ കൂടുതലായി ഉണരേണ്ടത്. ഇത് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടു തന്നെയാണ്. പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് പഠിക്കാനാവുന്നില്ല. കൂട്ടുകാരടുത്തുകൂടും, അനാവശ്യമായ ചിന്തകളിലേക്ക് പോകുന്നു. അനാവശ്യമായ വഴികളിലേക്ക് പോകുമ്പോ അവൻ ഇങ്ങനെ ആകെ അസ്വസ്ഥമാവുകയാണ്. ദൈവത്തെ കാണാൻ അവന്റെ കണ്ണുകൾക്കിടയിലേക്ക് അവന്റെ സുഹൃത്തിലൂടെ കടന്നു വരുന്ന മാരകമായ ലഹരിയുടെ അടിമയാവുമ്പോ ആ ചെറുപ്പക്കാരന് അവന്റെ ജീവിതത്തിൽ ദൈവഗ്രഹണം നടക്കുകയാണ്. ഇതാണ് അസ്വസ്ഥമാകുന്ന സാഹചര്യം. നമ്മയൊക്കെ ഭാരപ്പെടുത്തണം, ഭയപ്പെടുത്തണം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ ഈ ചിന്ത എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി മനസ്സിലാക്ക്, വാർത്താ മാധ്യമങ്ങളിൽ കാണുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾക്ക് പിൻപിൽ ഈ ദൈവഗ്രഹണത്തിന്റെ ചിന്ത തന്നെയാണ്, സൂചന തന്നെയാണ്. അപ്പൊ ഈ ഗ്രഹണത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മറികടക്കാനാവും? ഈ സൂര്യഗ്രഹണം പോലെ ദൈവഗ്രഹണം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നത് സത്യമാണെങ്കിൽ എനിക്കെങ്ങനെ ഈ ദൈവഗ്രഹണത്തിൽ നിന്നും മറികടക്കാൻ, രക്ഷ നേടാൻ എനിക്ക് എങ്ങനെ സാധിക്കും? അതിന് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9 തുടങ്ങിയുള്ള വചനങ്ങളിൽ മനോഹരമായ ഉത്തരമുണ്ട്. എനിക്ക് എന്റെ വ്യക്തി ജീവിതത്തിലെ ഈ ദൈവഗ്രഹണത്തിൽ നിന്ന് പുറത്തു കടക്കണം. എനിക്ക് എന്റെ ആവേശമാണ്, ആഗ്രഹമാണ്. ദൈവത്തെ എനിക്കെന്നും കാണണം. എനിക്കു രക്ഷ നൽകുന്നവന്റെ മുൻപിൽ എന്നും ഒരു ചെറുബാലനെ പോലെ അവന്റെ ഉള്ളം കയ്യിൽ ഇരിക്കുന്നവളായി എനിക്ക് എന്നും മാറണം. അങ്ങനെ ആഗ്രഹിക്കുന്ന എനിക്ക് ഈ ദൈവഗ്രഹണത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്തു കടക്കാനാവും? ദൈവദൃഷ്ടിയിൽ നിന്ന്, എന്റെ കാഴ്ച മറയ്ക്കുന്ന എന്റെ സ്വാർത്ഥതയിൽ നിന്ന് എനിക്ക് എങ്ങനെ മോചനമാവും? എന്റെ ശാരീരിക അഭിലാഷങ്ങളിൽ നിന്ന് എനിക്ക് എങ്ങനെ ഒരു വിടുതലുണ്ടാവും? മനോഹരമായ ഉത്തരം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9 തുടങ്ങിയുള്ള വചനങ്ങൾ. ഏലിയ, നമുക്കറിയാം, സഭാചരിത്രത്തിലും പഴയ നിയമത്തിലും ശക്തനായ പ്രവാചകനാണ്. ഏലിയായുടെ ശിഷ്യനാവട്ടെ എലീശ.
വർഷങ്ങളായി അദ്ദേഹത്തോടൊപ്പം ചേർന്ന സന്തത സഹചാരിയായി മാറിയ എലീശ, ഏലിയായുടെ നാളുകൾ അവസാനത്തേക്ക് അടുക്കുകയാണ്. ഏലിയായുടെ അവസാന നാളുകളിലേക്ക് അടുത്തപ്പോ ഏലിയ തന്റെ വിശ്വസ്തനായ, വർഷങ്ങളോളം തന്നോടൊപ്പം ചരിച്ച എലീശയോട് ചോദിച്ചു, ഞാൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഏലിയ എലീശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട കാര്യം തെല്ല് ബുദ്ധിമുട്ടുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട കാര്യം തെല്ല് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും ഞാൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത് നീ കണ്ടാൽ, നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ടത് കാണുവാൻ നിനക്കായാൽ, എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിനക്ക് ലഭിക്കും. അത് കഴിഞ്ഞില്ല എന്ന് വന്നാൽ അത് നിനക്ക് ലഭ്യമാവില്ല എന്ന് എലീശ പറഞ്ഞു. 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ഒരു ചുഴലിക്കൊടുങ്കാറ്റിൽ ആഗ്നേയ രഥങ്ങളിൽ ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത് കാണുന്ന എലീശയെയാണ്. അവന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് അവകാശമാക്കിയ എലീശ 2-ാം പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9 തുടങ്ങിയുള്ള വചനങ്ങളിൽ കാണുകയാണ്. ദൈവഗ്രഹണത്തിന്റെ ഈ നൂറ്റാണ്ടിൽ എന്റെ വ്യക്തി ജീവിതത്തിലെ ദൈവഗ്രഹണ സാഹചര്യങ്ങളിൽ നിന്ന് എനിക്കെങ്ങനെ പുറത്തു കടക്കാനാവുമെന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്: അവന്റെ ഉത്ഥാനത്തിന്റെ കാഴ്ച കാണുന്ന നമുക്ക് അവന്റെ ഉത്ഥാന മഹത്വത്തിൽ ഇരട്ടി പങ്കിന് അവകാശമുണ്ട്. അവന്റെ ഉത്ഥാനം കാണാന് ഈ ദേവാലയ കവാടം കടന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ ദേശത്തുള്ളവരും അന്യദേശത്തുള്ളവരും ഒക്കെ ഇന്നത്തെ ഈ വിവര സാങ്കേതിക വിദ്യയുടെ മുന്നിലിരുന്ന് ഈ ശുശ്രൂഷകളിൽ മുഴുവൻ ആത്മാർത്ഥമായി പങ്കെടുക്കുന്നത് അവന്റെ ഉത്ഥാന രഹസ്യത്തിന്റെ മഹത്വം ഇരട്ടി പങ്ക് അവകാശമായി സ്വീകരിക്കാൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ഈ ദേവാലയത്തിൽ ലൂർദ് മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കാനായി എത്തപ്പെട്ട നമുക്ക് ഉദ്ധിതനായ മിശിഹായുടെ മഹത്വത്തിന്റെ ഇരട്ടി പങ്ക് അവകാശം സ്വന്തമാക്കാൻ കഴിയണം. എങ്ങനെയാ കഴിയുന്നത്? അതിന് വെറുതെ ഇരുന്നാൽ കഴിയുമോ? അതാ ഏലിയ പറഞ്ഞത്, നിന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത് കണ്ടാൽ, അത് കാണാൻ നിന്റെ കണ്ണുകൾ തുറന്നിരുന്നാൽ, അതിന് സാഹചര്യം നിനക്കായി ഒത്തിണങ്ങിയാൽ, എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് അവകാശം നിനക്കുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിൽ വന്നുപെട്ടു എന്നതുകൊണ്ടോ, ഈ ശുശ്രൂഷകളിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ദേശത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കണ്ടു എന്നതുകൊണ്ടോ അവന്റെ ഉയർപ്പിന്റെ ആ മഹത്വത്തിന്റെ ഇരട്ടി പങ്ക് എനിക്ക് അവകാശമായി ലഭിക്കണമെന്നില്ല. പകരം ഏലിയ പറഞ്ഞതുപോലെ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചാൽ മാത്രമാണ് ഈ പങ്കിന് നിനക്ക് അവകാശം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എത്ര ആത്മാർത്ഥമായി നാം ഈ ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കണമെന്നത് സൂചന നൽകുന്നു രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 2-ാം അധ്യായം 9 തുടങ്ങിയുള്ള വചനങ്ങളിൽ. നമുക്കതുകൊണ്ട് ശാന്തമായി പ്രാർത്ഥിക്കാം. മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വം കാണാൻ ഞാൻ വീട് വിട്ടെന്റെ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നു. നിന്റെ ജീവിത ജനന മരണ ഉത്ഥാന രഹസ്യങ്ങൾ മുഴുവൻ പ്രഘോഷിക്കുന്ന ഈ ദിവ്യബലിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ആത്മാർത്ഥമായാണ്. എന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു നിന്റെ പിറവിയെ, എന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു നിന്റെ ഉത്ഥാനത്തെ, എന്റെ കാതുകൊണ്ട് കേൾക്കുന്നു നിന്റെ വചനത്തെ. നീ എന്ന മരുഭൂമിയിലൂടെ നടന്ന യാത്രകളും
അന്ന് ആ കുരിശിൻ മുകളിലേക്ക്, കാൽവരിയുടെ നെറുകയിലേക്ക് കുരിശുമേന്തി പോയതുമൊക്കെ ഞാൻ എന്റെ ദേവാലയത്തിൽ ഞാൻ ഇവിടെ നിന്ന് കാണുകയാണ് എന്റെ കണ്ണുകൾ കൊണ്ട്. ഏലിയ പറഞ്ഞതുപോലെ നിന്റെ കണ്ണുകൾ കൊണ്ട് എന്റെ സ്വർഗീയ അനുഭവം കാണാൻ നിനക്കായാൽ എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കു നിനക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് ശുശ്രൂഷകർക്കായി വരുന്ന നാം അവന്റെ ഉത്ഥാനത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നവരായി മാറണം. ആത്മാർത്ഥമായി ഈ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കണമെന്ന് ചുരുക്കം. അങ്ങനെ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അവന്റെ ഈ ബലിയിൽ ഭാഗമാകുന്നവന് അവന്റെ ഉത്ഥാന മഹത്വത്തിന്റെ ഇരട്ടി പങ്ക് അവകാശമായി ലഭിക്കും, ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് ഈ സായന്തനം, മനോഹരമായ ഈ സായന്തനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ്. നമ്മെ ഭാരപ്പെടുത്തേണ്ട, ഭയപ്പെടുത്തേണ്ട പ്രസ്താവമാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ ഈ പ്രസ്താവം. ഇത് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടാണ് എന്ന പ്രസ്താവം. ഇതെന്നെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങൾ ദൈവഗ്രഹണം പോലെ ഓരോരുത്തരിലും വന്നു പെടുകയാണ്. ഇതിൽ നിന്നുള്ള മോചനം നമുക്ക് വേണം. ദൈവാനുഭവം എന്നും സ്വന്തമാക്കണം. അന്യരിലല്ല, അന്യദേശത്തല്ല, എന്നിലും എന്നിലൂടെയും ദൈവാനുഭവം എല്ലാവരിലും എത്തണം. പ്രസരിപ്പോടെ, സന്തോഷത്തോടെ, ചിരിച്ച മുഖത്തോടെ എന്റെ മിശിഹായുടെ ഉത്ഥാനത്തെ പ്രഘോഷിക്കാൻ നമുക്കാവണം. അവന്റെ മഹത്വത്തിന്റെ ഇരട്ടിപ്പങ്ക് അവകാശമാക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയോട് നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ തിരുക്കുമാരന്റെ ഈ ബലി ജീവിതത്തെ ആഘോഷിക്കുന്ന എന്നിൽ അവന്റെ ഉത്ഥാന മഹത്വത്തിന്റെ ഇരട്ടിപ്പങ്ക് അവകാശമായി എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ നാടിനും ഈ ദേശത്തിനും ഒക്കെ നൽകണമേ എന്ന് ഈ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയുടെ മുൻപേ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഷാജിയച്ചൻ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഭക്തനാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഗാനങ്ങളിൽ അധികവും പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായുള്ള ഗീതമാണ്. അദ്ദേഹം എത്രയോ ഗാനങ്ങൾ, 10,000-അടുത്തോ അതിനപ്പുറമോ ഒക്കെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗാനങ്ങളിൽ മഹാഭൂരിപക്ഷവും പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായുള്ള ഗീതങ്ങളാണ്. ഷാജിയച്ചന്റെ പ്രസംഗങ്ങൾ പരിശോധിച്ചാലും പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായുള്ള വചനങ്ങളോ ചിന്തകളോ കാര്യങ്ങളോ ഒക്കെ ആ പ്രസംഗങ്ങളിൽ ഉടനീളം നമുക്ക് കാണാനാവും. പരിശുദ്ധ അമ്മയോടുള്ള ഒരു വാത്സല്യം നമ്മെ കുഞ്ഞുകുട്ടിയെ പോലെ വിനീതനാക്കും, ഉറപ്പാണ്. ആരെങ്കിലും നിന്നെ വിമർശിച്ചാലോ, ആരെങ്കിലും നിന്നെ കുറ്റപ്പെടുത്തിയാലോ, ആരെങ്കിലും നിനക്കെതിരെ നീങ്ങിയാലോ പരിശുദ്ധ അമ്മ കാട്ടിത്തരും മനോഹരമായ വചനങ്ങളിലൂടെ മറുവഴി. അതുകൊണ്ട് ഇത് ദൈവഗ്രഹണത്തിന്റെ നൂറ്റാണ്ടായാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ മറുവഴിയെ ഈ ഗ്രഹണത്തിൽ നിന്ന് വിടുതൽ നേടാൻ നിനക്കാവും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഇവിടെ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടി മാത്രമല്ല, ഈ നാടിനും ഈ ദേശത്തും നമ്മുടെ കരയ്ക്കും നമ്മുടെ ഈ രാജ്യത്തിനും ലോകത്തിനും എമ്പാടും പ്രാർത്ഥിക്കാൻ നമുക്കാവട്ടെ. ദൈവഗ്രഹണ പ്രശ്നങ്ങളൊക്കെയുള്ള കുടുംബങ്ങളിൽ നിന്ന് ആ സാഹചര്യങ്ങളൊക്കെ വിടുതൽ ആയി മാറിപ്പോകുവാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ സംജാതമാകാൻ നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും എന്നും ഓർക്ക്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അന്യദേശത്ത് ഈ ദൈവഗ്രഹണത്തിലായി ആശ നശിച്ച് മരണവക്കിലെത്തിയിരിക്കുന്നവൻ പോലും ദൈവസന്നിധിയിലേക്ക് മുടന്തൻ എഴുന്നേറ്റ് ചാടി നടന്നതുപോലെയോ, തളർവാദ രോഗി കിടക്കയെടുത്ത് അവന്റെ ഇടം വിട്ടുപോയതുപോലെയോ പോകുവാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അതുകൊണ്ട് നമുക്ക് തുണയാവട്ടെ. പ്രാർത്ഥിക്കാൻ ഇരട്ടി കാര്യങ്ങളും ന്യായവുമായി അത് മാറട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ ദൈവമാതാവിന്റെ, ലൂർദ് മാതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നേരുകയാണ്. ഈ മണ്ണ്
മറ്റുള്ളവരുടെ മുൻപിലോ അന്യജാതി മതസ്ഥനോ ആയ ഒരു യുവാവിന് മാതാവിന്റെ ദർശനം കിട്ടിയ മണ്ണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ പരിചിതമായ ഏകദേശം 40ഓളം വർഷക്കാലം പഴക്കമുള്ള ആ ഒരു ചിത്രമൊക്കെ നമ്മുടെ മനസ്സുകളിലുണ്ട്. ലൂർദ് പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള നാമധേയത്തിലുള്ള ഈ ദേവാലയ സമീപത്തു തന്നെ പരിശുദ്ധ അമ്മയുടെ രൂപം ദർശിക്കാനിടയായി എന്ന് പറഞ്ഞാൽ ഒരു മഹാത്ഭുതം, അതിനപ്പുറം മറ്റെന്താ ഉള്ളത്? അപ്പൊ മാതാവിന്റെ വലിയ ദർശനപ്പെട്ട ഈ ഒരു പുണ്യഭൂമിയിൽ നിൽക്കുമ്പോ ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇരട്ട ദൈവത്തിൽ നിന്ന് ശക്തമായ സംരക്ഷണം സ്വന്തമാക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഈ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒന്നിലധികം തവണ പ്രാർത്ഥിക്കാൻ, ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ നമുക്ക് ന്യായമുണ്ട്, കാരണമുണ്ട്. കാരണം ഈ ദേശം പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്താൽ ധന്യമാക്കപ്പെട്ട നാടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിവസം നമുക്ക് നമ്മുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും ഈ നാടിന് മുഴുവൻ കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയും ദൈവഗ്രഹണത്തിന്റെ ഈ നൂറ്റാണ്ടെന്ന വിശേഷണം അതിൽ നിന്നൊക്കെ പാടെ മറികടക്കാൻ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനോ വിജയം വരിക്കാനോ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ബലമുള്ളവരായി തീരാം. ഈശോ നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ലൂർദ് മാതാവിന്റെ ഈ തിരുനാൾ ദിവസത്തെ മംഗളങ്ങൾ സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടെ നേരുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.